ഗായ്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാനിതാ ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി, വലിയ ജീരകം ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ബീഫിലോട്ട് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതാക്കണം ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ഇതാക്കണം വേറെ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചീരുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചീരുള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊരു പച്ചമണം മാറുന്നേരം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ.